ചുണ്ടൻവള്ളങ്ങളൊക്കെ ഏതാണ്ട് നീറ്റിലേക്കൊക്കെ ഇറക്കുകയാണ്. ഇനി ഏതാണ്ട് സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ 2 മണിയോടുകൂടിയാണ് ഈ മത്സരങ്ങളൊക്കെ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങളൊക്കെ ആരംഭിക്കുക. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ട്രാക്കിന് തൊട്ട് സമീപത്താണ്. ആ കാണുന്നതാണ് ട്രാക്ക്. ഏതാണ്ട് 2 മണിയോടുകൂടി ആ ട്രാക്കിന് തീപിടിക്കും. അതിനു മുമ്പ് തന്നെ ഈ ആളുകളൊക്കെ തന്നെയും അല്പസമയത്തിനകം ആ കാണുന്ന പവലിയനിലോട്ടൊക്കെ എത്തിത്തുടങ്ങും. അവിടെ എത്തിത്തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആവേശത്തിൻ്റെ കൊടുമുടിയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജലരാജാവ് അത് ആരാണ് എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് നമ്മളെല്ലാവരും. ഇത്തവണ ആരായിരിക്കും കപ്പടിക്കുക, എങ്ങനെയായിരിക്കും ആ മത്സരങ്ങൾ നടക്കുക എന്നൊക്കെയാണ് നമ്മൾ ഇനി കാത്തിരിക്കുന്നത്. കഴിഞ്ഞ തവണ നമുക്കറിയാം BBC കൈനഗിരി ആ ഒരു വിയപുരം ചുണ്ടനിൽ ആ ഒരു കപ്പടിച്ചത് ഏതാണ്ട് പോയിന്റുകളുടെ വ്യത്യാസത്തിലായിരുന്നു. ഇത്തവണയും അങ്ങനെ ആയിരിക്കുമോ, അല്ലെങ്കിൽ വള്ളപ്പാട് അകലെ പോകുമോ പിന്നിലുള്ള ആളുകളൊക്കെ ആള് എന്നൊക്കെയാണ് നമുക്കിനി അറിയേണ്ടത്. ആവേശത്തിന് ഒട്ടും കുറവുണ്ടാകില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എനിക്കിപ്പം ദേവൻ കൂടി ചേരുന്നുണ്ട്. ദേവ, ഇനിയിപ്പോൾ ഈ പുന്നമടക്കായലിന് തീപിടിക്കാൻ ഏതാണ്ട് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ജലരാജാവ് ആരാണെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ്. ആ ഒരു കാത്തിരിപ്പിലാണ് നമ്മളും ഉള്ളത്. എന്താണ് ഇത്തവണത്തെ ഈ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ദേവൻ എന്ത് തോന്നുന്നു? ഇത്തവണ മത്സരം കടുക്കും തന്നെയാണ് പ്രതീക്ഷ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ നമ്മൾ BBC 6ാമത് നെഹ്റു ട്രോഫി കിരീടം അടിക്കുമെന്നും പറഞ്ഞ് പ്രതീക്ഷിച്ചിരുന്ന മത്സരത്തിലാണ് BBC അട്ടിമറി വിജയം നേടി എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അവരുടെ BBCയുടെ ഡബിൾ ഹാട്രിക് ആണ് നഷ്ടപ്പെടുത്തിയത് കഴിഞ്ഞ BBC. അതെ, ആ ഡബിൾ ഹാട്രിക്ക് നഷ്ടപ്പെടുത്തിക്കൊണ്ട് BBC കിരീടം അടിച്ചൊരു കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ ഇത്തവണ PBCയും BBC എല്ലാം തന്നെ മത്സരരംഗത്തുണ്ടെങ്കിലും ഒരു എന്താ പറയുക, ഈ തവണത്തെ നെഹ്റു ട്രോഫിയിൽ ഒരു കറുത്ത കുതിരകൾ ആവാനായിട്ട് ഒരു ക്ലബ് കൂടി എത്തിയിട്ടുണ്ട്, അരോമ. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം കഴിഞ്ഞ ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ അരോമ അവർ ആദ്യമായിട്ടാണ് നീറ്റിലേക്ക് ഇറങ്ങുന്നത്. അവരുടെ ആ ഒരു ടീം ആദ്യമായിട്ടാണ് എത്തുന്നത്. ആ ടീം ആദ്യം തന്നെ കഴിഞ്ഞ തവണത്തെ ജലരാജാക്കന്മാരായിരുന്ന VBCയെ അവർ ബഹുദൂരം പിന്നിലാക്കി. ഏതാണ്ട് 4ാം സ്ഥാനത്തെങ്ങാണ്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4ാം സ്ഥാനത്തെങ്ങാണ്ടാണ് VBC എത്തിയത്. അതോടൊപ്പം തന്നെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. അങ്ങനെ അവരെയൊക്കെയും, അതായത് ജലരാജാക്കന്മാരെ അവരൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ആദ്യ മത്സരത്തിൽ തന്നെ ആരോമ അവരുടെ കരുത്ത് തെളിയിച്ചിട്ടുണ്ട്. ഇത്തവണ ആ ഒരു പുന്നമടക്കായലിലും ആ ഒരു കാഴ്ച നെഹ്റു ട്രോഫി വള്ളങ്ങളിലും ആരോമയുടെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയുമോ എന്നുള്ളതാണ്. കാണാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും അത്രത്തോളം ടീം സെറ്റാണ് അല്ലേ? അത്രത്തോളം അവരുടെ ടീം സെറ്റാണ്. മാത്രമല്ല അതൊരു പുതിയ ചുണ്ടൻവള്ളമാണ്. പുതിയ ചുണ്ടൻവള്ളം ഇറങ്ങിയപ്പോൾ ആൾക്കാർക്കെല്ലാം തന്നെ സംശയം ഉണ്ടായിരുന്നു, ഈ പുതിയ ചുണ്ടൻവള്ളം നീറ്റിലിറങ്ങി ഫസ്റ്റ് തവണ തന്നെ കപ്പടിക്കും എന്നുള്ളത്. പക്ഷെ അവരത് തെളിയിച്ചു. കൊല്ലത്തിന്റെ ഒരു കരുത്തൂടെ ഉണ്ട് അതിനകത്ത്. അതില് ദേവനൊരു ഇതുണ്ട്, കാരണം കൊല്ലത്തു നിന്നുള്ള അതും കൂടിയാണ്. അപ്പോൾ ദേവൻ അങ്ങനെയും കൂടി ആ ഒരു ബന്ധം അതിനകത്തുണ്ട് അല്ലേ? പിന്നെ മറ്റൊരു കാര്യം, ഹീറ്റ്സ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ തവണ കണ്ട പോലെയല്ല, ഹീറ്റ്സ് ഇത്തവണ തീ പാറുന്ന ഹീറ്റ്സ് ആണ്. കാരണം ആദ്യത്തെ ഹീറ്റ്സിൽ തന്നെ കഴിഞ്ഞ തവണത്തെ 2 ഫൈനലിസ്റ്റുകൾ ആദ്യത്തെ ഹീറ്റ്സിൽ തന്നെ ഉണ്ട്. 3ാമത്തെ ഹീറ്റ്സ് വരുമ്പോഴത്തേക്കും പത്തനംതിട്ടയിൽ നിന്ന് നിരണവും വരുന്നുണ്ട്, കോട്ടയത്ത് നിന്ന് കുമരകം ക്ലബ്ബുകാരും വരുന്നുണ്ട്. അങ്ങനെ ഹീറ്റ്സ് മത്സരം തുടങ്ങുമ്പോൾ തന്നെ പത്തനംതിട്ടയാണോ കോട്ടയമാണോ അതോ തുഴച്ചിലെ കൊല്ലംകാരാണോ ഈ ക്ലബ്ബുകളുടെയും ചുണ്ടൻവള്ളങ്ങളുടെ കാര്യം പറയുമ്പം ഈ ഹീറ്റ്സ് പറഞ്ഞപ്പോൾ ഹീറ്റ്സിന്റെ അകത്ത് നമ്മൾ ഈ ഹീറ്റ്സ് പരിശോധിക്കുകയാണെങ്കിൽ ഇത്തവണ ആദ്യത്തെ ഹീറ്റ്സിൽ ട്രാക്ക് 1 തലവടിയാണ്. തലവടി ചുണ്ടൻ VBC കൈനഗിരിയാണ് തലവടി ചുണ്ടനും ആയിട്ട് ഇത്തവണ എത്തുന്നത്. അതോടൊപ്പം തന്നെ ട്രാക്ക് 2 ശ്രീവിനായകനുണ്ട്. അതോടൊപ്പം തന്നെ ട്രാക്ക് 3 ആയാപ്പറമ്പ് പാണ്ഡ്യയാണ്. അത് IBRA ആണ് ഇത്തവണ തുഴയുന്നത്. ട്രാക്ക് 4 വിയപുരം ഒക്കെ ജലരാജാക്കന്മാരാണ്. ആ UBC കൈനഗരിയാണ് ഇത്തവണ വിയപുരം ചുണ്ടനുമായി ആദ്യ ഹീറ്റ്സിലെത്തുന്നത്. അതോടൊപ്പം തന്നെ ഹീറ്റ്സ് 2 പരിശോധിക്കുമ്പോൾ അതിൽ വലിയ ദിവാഞ്ചി ബോട്ട് ക്ലബ്ബ് തുഴയുന്ന ദിവാഞ്ചിയാണ് ഹീറ്റ്സ് 2 ആദ്യ ട്രാക്കിലുള്ളത്. അതോടൊപ്പം തന്നെ ചമ്പക്കുളം ബോട്ട് ക്ലബ്ബ് തുഴയുന്ന ചമ്പക്കുളം ചുണ്ടനാണ് ട്രാക്ക് 2 ഹീറ്റ്സ് 2. അതോടൊപ്പം തന്നെ ജവഹർ നാട്ടകം ഫാൻസ് ബോട്ട് ക്ലബ്ബ് തുഴയുന്ന ജവഹറാണ് ട്രാക്ക് 3 വെള്ളംകുളങ്ങരയുടെ SH ബോട്ട് ക്ലബ്ബ് തുഴയുന്ന വെള്ളംകുളങ്ങര ചുണ്ടൻ ട്രാക്ക് 4 അതായത് ഹീറ്റ്സ് 2. ഇനിയിപ്പോൾ ഹീറ്റ്സ് 3 പരിശോധിക്കുകയാണെങ്കിൽ പാർത്തനാണ്, അതായത് ജൂനിയർ കൈനഗിരി ബോട്ട് ക്ലബ്ബ് തുഴയുന്ന പാർത്തൻ, പുന്നമട ബോട്ട് ക്ലബ്ബ് തുഴയുന്ന നടുഭാഗം ചുണ്ടൻ, അതോടൊപ്പം തന്നെ PBC 2 തുറയുന്ന പായിപ്പാടൻ 2, അതോടൊപ്പം തന്നെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് കഴിഞ്ഞ തവണ ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർക്ക് കഴിഞ്ഞ ഒരു ഹാട്രിക് നഷ്ടപ്പെടുത്തിയ ഒരു ഇതുണ്ട്. അതായത് 2 ഹാട്രിക് അടിക്കാം എന്നുള്ളൊരു സ്വപ്നവുമായി എത്തിയതായിരുന്നു കഴിഞ്ഞ തവണ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. പക്ഷേ അതിനെ BBC മറികടന്നു. അപ്പോൾ ഇത്തവണ മേൽപ്പാടം ചുണ്ടലിലാണ് പള്ളാത്തുരുത്തി എത്തുന്നത്. അപ്പം അങ്ങനെ ഈ ചുണ്ടന്മാർ കാരിച്ചാൽ വരുന്നത് ഇത്തവണ കാരിച്ചാലുമായി എത്തുന്നത് തെക്കേക്കര ബോട്ട് ക്ലബ്ബാണ്. അപ്പം കാരിച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ നെഹ്റു ട്രോഫി വള്ളങ്ങളിൽ ഏറ്റവും കൂടുതൽ ട്രോഫി നേടിയിട്ടുള്ള ഒരു ചുണ്ടനാണ് കാരിച്ചാൽ. 50 തവണ മത്സരിച്ചൊരു 32 തവണ ഫൈനലിൽ വന്നിട്ടുള്ള 16 തവണ കിരീടം അടിച്ചിട്ടുള്ള ചുണ്ടനാണ് കാരിച്ചാൽ. അങ്ങനെ ഒരു ഈ കാരിച്ചാലിന് പ്രത്യേകം ഫാൻസ് തന്നെയുണ്ട്. അപ്പോൾ ഈ നടുഭാഗമാണോ കാരിച്ചാലാണോ അതോ ഇനി ആരാണ് ജലരാജാവ്? ദേവ ഇപ്പൊ പറഞ്ഞ പോലെ പുന്നമടയുടെ ആവേശം അല്ലെങ്കിൽ അവിടുത്തെ വിശേഷങ്ങൾ പറയാൻ തുടങ്ങിയാൽ അത് തീർക്കാൻ പറ്റൂല എന്നുള്ളതാണ്. ഇപ്പം